ശ്രദ്ധിക്കണം. 6A ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചെയ്യട്ടെ. കമ്പനി ജെംസ് ലിമിറ്റഡ് ആണ്. സ്റ്റാൻഡേർഡും എന്ത് വന്നിട്ടുണ്ട്, ആക്ച്വലി വന്നു. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ അത്. ഓക്കെ, ബഡ്ജറ്റും വാരിയബിളൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴുള്ള സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. ഫിക്സഡ് ഓവർഹെഡ് എത്ര വന്നിട്ടുണ്ട്? ഇത് ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് അല്ലേ, പിന്നെ ബഡ്ജറ്റഡ് ഇത് ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. അപ്പോൾ തന്നെ നമുക്ക് എന്തായി? 1 2 3 4 5 ഏത് കിട്ടി? 2 കിട്ടി, 3 കിട്ടി. 2 എന്താ? ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. 3 എന്താ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്. ഓക്കെ, പിന്നെ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തുള്ളത്? ഇതാണ് ബഡ്ജറ്റഡ് യൂണിറ്റ്, ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് എന്നൊക്കെ പറയും. ഇതേതാ? ആക്ച്വൽ ഔട്ട്പുട്ട്. പിന്നെ ഹവർ പെർ യൂണിറ്റ്, ഹവർ പെർ സ്റ്റാൻഡേർഡ് ഹവർ പെർ യൂണിറ്റ്. അത് സ്റ്റാൻഡേർഡ് അല്ല ഹവർ പെർ യൂണിറ്റ് അല്ലേ, നിങ്ങളെന്താ തെറ്റിപ്പിക്കുന്നു? ഹവർ പെർ യൂണിറ്റ് പറയുമ്പോൾ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന മണിക്കൂറാണ് ഹവർ അല്ലേ, അല്ലടാ. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് എത്ര ആണെന്നുണ്ട്? 20 23 ഡേയ്സ് ഉണ്ടെങ്കിൽ കലണ്ടർ ഉണ്ട്. ഓക്കെ, എന്തൊക്കെ കാണാൻ പറഞ്ഞുള്ളത്? എഫിഷ്യൻസി വാരിയൻസ്, പിന്നെ കപ്പാസിറ്റി വാരിയൻസ്. അടുത്തേതാണ് ഐഡിൽ ടൈം വാരിയൻസ്. ഫിക്സഡ് ഓവർഹെഡ് ഐഡിൽ ടൈം ഉണ്ടാ? അപ്പോൾ അതെന്താണ്? തെറ്റാണ് എന്ന് വിചാരിക്കരുത്, തെറ്റല്ല. കലണ്ടർ വാരിയൻസിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഐഡിൽ ടൈം വാരിയൻസ്. അവിടെ എഴുതിച്ചോളൂ, കലണ്ടർ വാരിയൻസ്. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. 20 ദിവസത്തിൻ്റെ ബഡ്ജറ്റല്ലേ, പക്ഷെ നമ്മൾ ആക്ച്വലി എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്? 20 ദിവസം. അപ്പോൾ ഈ 3 ദിവസത്തിൽ എക്സ്ട്രാ ഡേയ്സ് അല്ലെങ്കിൽ കലണ്ടർ കൂടിയത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്ന യൂണിറ്റ്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ഐഡിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെങ്കിൽ ഒന്നും പറയാനില്ല, അത്രേ ഉള്ളൂ. പിന്നെ വോളിയം വാരിയൻസ്. അടുത്തതാ ബഡ്ജറ്റഡ് ഫിക്സഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ്, ഫിക്സഡ് ഓവർഹെഡ്, കോസ്റ്റ് വാരിയൻസ്. സെറ്റാക്കല്ലേ? ഒറ്റ മൈൻഡ് ഇട്ടാ. ഒരുമിച്ചല്ലേ? ഒരുമിച്ചാ. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കൊണ്ട് എഴുതി വെക്കും, ഒന്നും നോക്കൂല. ആദ്യം ഫുള്ള് എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഏതാ പറയും? 6A. 6Bയും കൂടെ ചെയ്തിട്ട് നമ്മൾ നിർത്തുള്ളൂ. ഓക്കെ, പറയും. സ്റ്റെപ്പ് 1 പറയും മക്കളെ. സ്റ്റെപ്പ് 1 എന്താ? കമ്പ്യൂട്ടേഷൻ. പോടെ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഏതാ? സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് കാണാൻ എന്താ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് ഹവേഴ്സ്. ഓക്കെ അല്ലേ? ഇവിടെ ഹവറും യൂണിറ്റും ഒന്നല്ലേ അല്ലേ? ഓക്കെ, എത്ര വരും? 30,000 ഡിവൈഡഡ് ബൈ എത്രയാ? 1000. സാർ 1000 യൂണിറ്റ് അല്ലേ? ആണ്, 1000 യൂണിറ്റാണ്. എന്നിട്ട് ഒരു പണി ചെയ്തോ, ഒരു യൂണിറ്റിന് എത്ര അവർ വേണം? 1 അവർ. അപ്പോൾ എത്ര വരും? 1000. ശരിക്കും എഴുതി വെച്ചോ, അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ 1000 ഹവേഴ്സ് ആണ്. ഇങ്ങനെ വന്നു 1000 യൂണിറ്റ് ഇൻറ്റു എത്രയാ? 1. ഓക്കെ അല്ലേ? അങ്ങനെ എത്ര കിട്ടി? ₹30 കിട്ടി. ഇനി വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ഇത് ഏതാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് ഏതാണ്? പെർ ഹവറാണ്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ യൂണിറ്റും എത്ര തന്നെ? 30. കുട്ടി എഴുതുന്നില്ലേ? തോക്കണ്ടോടാ. 30 പെർ ഏതാ? യൂണിറ്റ്. ഇപ്പോൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ ഓവറുടെ ഇതൊക്കെ സ്റ്റാൻഡേർഡൊക്കെ കവർ ചെയ്തിരുന്നോ നീ? ലീവ് എടുത്തിട്ട് ഇല്ല? കൺഗ്രാജുലേഷൻസ്. സ്റ്റെപ്പ് ഏതാ? 2. സാബിത്ത ശ്രദ്ധിക്കില്ലേ? സ്റ്റെപ്പ് 2 ആണ് കമ്പ്യൂട്ടേഷൻ ടേബിൾ അല്ലേ? 1 2 3 4 5 ഉണ്ട്. 1 എന്താ? പറ ജൽദി പറയും. സ്റ്റാൻഡേർഡ് അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. രണ്ടാമത്തെ ഏതാ? ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ്. 3 ഏതാ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്. 4 ഏതാ? ആക്ച്വൽ ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. മറ്റേതാ?
പോസിബിൾ ഫിക്സഡ് ഓവർ ഹെഡ്. എങ്ങനെ പോസിബിൾ ഫിക്സഡ് ഓവർ ഹെഡ് കാണും? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർ ഹെഡ് ഇൻറ്റു ഏതാണ്? ആക്ച്വൽ ഡേയ്സ് ഡിവൈഡഡ് ബൈ ഏതാണ്? ബഡ്ജറ്റഡ് ഡേയ്സ്. എഴുതിയ ഐ ആം വെയിറ്റിംഗ്. ഫിനിഷ്. ഓക്കെ, ഇനി ഇത് ഫില്ല് ചെയ്യാലോ. ഫില്ല് ചെയ്യാം, പറയും ഞാൻ ഫില്ല് ചെയ്യും. ആദ്യം ഏതാണ്? സ്റ്റാൻഡേർഡ് അവർ അറിയോ? ആക്ച്വൽ ഔട്ട്പുട്ട് അറിയില്ലേ? അപ്പോൾ അടിയിൽ വർക്കിംഗ് നോട്ട് നമ്പർ 1 കൊടുക്കുക. ഏത് കാണാനാ? സ്റ്റാൻഡേർഡ് അവർ. എങ്ങനെ കൊടുക്കാം? സ്റ്റാൻഡേർഡ് അവർ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട്. എത്രയാണ് ആക്ച്വൽ ഔട്ട്പുട്ട് ഉള്ളത്? 1200. ഒരെണ്ണത്തിൻ്റെ സ്റ്റാൻഡേർഡ് അവർ എത്രയാ? 1 മണിക്കൂർ. അപ്പോൾ എത്ര തന്നെ വരും? 1200 ഹവേഴ്സ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? മോൾഡ് കൊണ്ട് ഇട്ടൂടെ? 1200 സ്റ്റാൻഡേർഡ് അവർ. സ്റ്റാൻഡേർഡ് റേറ്റ് എത്ര നമ്മൾ കണ്ടെത്തിയുള്ളത്? 30 അല്ലേ? അപ്പോൾ 1200 × 30 എത്ര വരും? മുത്തുമണികളെ പറയും. 36,000. ആക്ച്വൽ ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട് ഡയറക്റ്റ്. എത്രയാ? 35,000. ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് തന്നിട്ടുണ്ട് ഡയറക്റ്റ്. എത്രയാ? 30,000. അടുത്തത് ആക്ച്വൽ അവർ. ആക്ച്വൽ അവർ അറിയാം, 1200 ആണോ? അല്ല, എത്ര വരും? 1000. അടിയിൽ വർക്കിംഗ് നോട്ട് നമ്പർ 2 സെറ്റ് ചെയ്യാം. ആക്ച്വൽ ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാ? ആക്ച്വൽ യൂണിറ്റ് ആണ് 1200. ഒരെണ്ണത്തിന് എത്ര വരും? 1.1. അപ്പോൾ എത്ര വരും? 1320 ഹവേഴ്സ്. ബ്രില്യൻ ഇത് ക്ലാസ് റൂം. 1320 ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 30 എത്ര വരും? മൾട്ടിപ്ലൈ ചെയ്താൽ 39,600. വീണ്ടും കൺഗ്രാജുലേഷൻസ്. അടുത്തേതാ? ബഡ്ജറ്റഡ് വർക്കിംഗ് നോട്ട് നമ്പർ 3 എന്ത് ചെയ്യാം? പോസിബിൾ ഫിക്സഡ് ഓവർഹെഡ് സെറ്റ് ചെയ്യല്ലേ? എന്താ ഇക്വേഷൻ? ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് ഇൻറ്റു ആക്ച്വൽ ഡേയ്സ് ഡിവൈഡ് ബൈ ബഡ്ജറ്റഡ് ഡേയ്സ്. ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ് എത്രയാണ്? 30,000 ഇൻറ്റു ആക്ച്വൽ ഡേറ്റ്സ് 20 ഡിവൈഡ് അല്ല 23 ഡിവൈഡ് ബൈ എത്രയാണ്? 20. എത്ര വരും? 34. മുകളിൽ കൊണ്ടിട്ട് എഴുതാം 34,500. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കഴിയാത്തവർക്ക്. കഴിഞ്ഞ ആളുകൾ അടുത്ത സാധനം സെറ്റ് ചെയ്ത് വെച്ചോ. ഫിക്സ്ഡ് ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ് 1 - 2. ഫിക്സ്ഡ് ഓവർഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് 3 - 2. ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം വാരിയൻസ് 1 - 3. ഫിക്സ്ഡ് ഓവർഹെഡ് capacity variance 4 - 5. Fixed overhead calendar variance 5 - 3. Fixed overhead efficiency variance 1 - 4. ഓക്കെ, ഞാൻ പറയട്ടെ. ഫിക്സ്ഡ് ഓവർഹെഡ് കോസ്റ്റ് വാരിയൻസ് പറയും. ഏതാ? 1 - 2. പിന്നെ എക്സ്പെൻഡിച്ചർ വാരിയൻസ് പറയടാ 3 - 2. വോളിയം വാരിയൻസ് 1 - 3. ഓവർഹെഡ് കപ്പാസിറ്റി വാരിയൻസ് 4 - 5. ഈ 4 - 5 4 - 3 ആവും എപ്പോ? കലണ്ടർ ഇല്ലെങ്കിൽ. ഓക്കെ അല്ലേ? പിന്നെ കലണ്ടറിനുള്ളതാണ് 5 - 3.
പിന്നെ 1-4. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താ എഴുതണമെന്ന് ചോദിക്കരുത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ നോട്ടടക്കം എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൺസെപ്റ്റ് ക്ലാരിറ്റി വേണ്ടവർക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, പോവാം. എത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു തന്നാൽ അവസാനിപ്പിക്കാം. എത്ര വരും? 1-2 1000 അല്ലേ? 1000 ഏതാ? ഫേവറബിളാണ്. 36,000 എത്ര പോയി? 35,000. അടുത്ത് എക്സ്പെൻഡിച്ചർ വാരിയൻസ് പറയും. 3-2 ഇത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഈ സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ? ഇതിൻ്റെ ആൻസർ കീയിലുള്ള നോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ. 6,000 ആണോന്ന് ഉറപ്പിച്ചാൽ മതി. 5,600 ഫേവറബിൾ, 4,500 ഫേവറബിൾ അല്ലേ? 3,600 അഡ്വേഴ്സ്. എഴുതി വെച്ചാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആക്ച്വൽ അവർ. അല്ലെങ്കിൽ എങ്ങനെ മുകളിലെ ആക്ച്വൽ അവറുള്ള സാധനത്തിന്റെ അടിയിൽ പാരലായിട്ട് SO ഇടും. മുകളിലെ ആക്ച്വൽ അവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് അല്ല. അപ്പം അതിൻ്റെ അടിയിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വേണമെങ്കിൽ രണ്ടുപേരെ പാരാമീറ്ററിലാവും. ഓക്കെ അല്ലേ? ക്ലിയർ? ക്വസ്റ്റ്യൻ വായിക്കുകയാണേ പ്ലീസ്. ഒരു കമ്പനി, അവർക്ക് 2 പ്രൊഡക്റ്റ് ഉണ്ട്. ഏതാ? AB പ്ലസും പിന്നെ ഏതാണ്? CD പ്ലസും. ഓക്കെ, ഇതിനുപയോഗിക്കുന്ന മിക്സാ പറയുന്നത്, റോ മെറ്റീരിയൽ. അഥവാ രണ്ട് പ്രൊഡക്റ്റ് എടുത്ത എക്സാമ്പിൾ ഇതൊക്കെ പോട്ടെ, വേറെ ഇതിലെടുക്കും. കാറും ബൈക്കും ആയിക്കോട്ടെ. ഇത് കാറാണ്, ഇതേതാണ്? ബൈക്കാണ്. കാർ ഉണ്ടാക്കാൻ 2 റോ മെറ്റീരിയൽ മതി. ഏതാണ്? എയും ബിയും. ഓക്കെയാണോ? അത് ഒരു കാറിലെ AB കാറുണ്ടാക്കാൻ A എന്നുള്ള റോ മെറ്റീരിയലും വേണം, B എന്നുള്ള റോ മെറ്റീരിയലും. എത്രയാണ് അതിൻ്റെ പെർസെൻറ്റേജ്? 80%, 20%. പ്ലാസ്റ്റിക് ഇരുമ്പോന്ന് വിചാരിച്ചോളൂ. 20% ഇരുമ്പും 80% പ്ലാസ്റ്റിക്കും കൂടി എന്ത് ചെയ്യും? കാറുണ്ടാക്കും. ക്ലിയർ? ഓക്കെ. എന്നാൽ ബൈക്ക് ഉണ്ടാക്കാൻ ഏത് വേണ്ട? എയും ബിയും വേണ്ട. ഏത് മതി? സിയും ഡിയും മതി. അതിന്റെ പ്രപ്പോർഷൻ എത്രയാ? 50% ആൻഡ് 50%. ക്ലിയർ? മരവും പിന്നെ ഏതാണ്? ഫൈബറും. അങ്ങനെ വെച്ചിട്ടാണ് ഇത് ബൈക്ക് ഉണ്ടാക്കുന്നത് വിചാരിക്കാം. കാരണം ഇരുമ്പൊക്കെ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പൊ അത് മനസ്സിലുണ്ടാവട്ടെ. ഇത് എപ്പോഴാണ് ആവശ്യം വരിക? റോ മെറ്റീരിയൽ റിക്വയർഡ് കാണുമ്പോഴാണ് ആവശ്യം വരിക. ഓക്കെ അല്ലേ? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ കാര്യത്തിൽ അതിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട? ബോധരാവണ്ട. നോട്ട് ദ പോയിന്റ്. അടുത്ത് പറയട്ടെ. ഫിനിഷ്ഡ് വെയിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് AB ആൻഡ് CD. ഹലോ, AB ആൻഡ് CD ആർ ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ്. അഥവാ എത്രയാണോ ഇൻഗ്രീഡിയൻസ് ഉള്ള അതിന്റെ വെയിറ്റ് അനുസരിച്ചാണ് ഉണ്ടാവുക. ഈ മുകളിൽ പറഞ്ഞില്ലേ, ഇൻഗ്രീഡിയൻസിന്റെ വെയിറ്റ് ആണ് ഏത്? ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വെയിറ്റ് ഉണ്ടാവുക. ഡ്യൂറിങ് ദ മന്ത് ജൂൺ 60 യൂണിറ്റാണ് എക്സ്പെക്റ്റഡ് സെയിൽസ്. ഏതിൻ്റെ? AB-യുടെ. 200 യൂണിറ്റാണ് ആരുടെ? CD-യുടെ. ഓക്കെയാണോ? എക്സ്പെക്റ്റഡ് സെയിൽസ്. അപ്പോൾ എത്ര ബൈക്ക് വിൽക്കുമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ബൈക്കല്ല, ആദ്യം കാറ്. എത്രയാണ്? 60 കാറും 200 കാറും. ദിസ് ഈസ് വാട്ട് ഈസ് എസ്റ്റിമേറ്റഡ് സെയിൽസ്.
ഞാൻ ഇവിടെ തന്നെ സാധനം സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഇതാ ഫസ്റ്റ് ബഡ്ജറ്റ്. ഞാൻ എടുത്തപോലെ എ ബിയുടെയും ബി ഡിയും എന്ത് വന്നിട്ടുണ്ട്? ഇതേതാ ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ? ഡേറ്റ് നോക്കി, 1 ജൂൺ അല്ലേ? 30 ജൂൺ. ഇതേതാ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇതേതാണ്? ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ? എ ബി സി ഡി ഏതാ? റോ മെറ്റീരിയൽ. മക്കളെ ഫിനിഷ്ഡ് ഗുഡ്സിനാണ് ഏത് ഉണ്ടാക്കുക? പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. റോ മെറ്റീരിയലിനാണ് ഏത് ഉണ്ടാക്കുക? പർച്ചേസ് ബഡ്ജറ്റ്. കോമൺ സെൻസ് അപ്ലൈ. അതൊന്ന് സെറ്റാക്കി വെക്കുക, അപ്പോൾ തന്നെ ബഡ്ജറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് ബഡ്ജറ്റ് ഏതാ? പിന്നെ മെറ്റീരിയലിൻ്റെ പർച്ചേസ് പ്രൈസ് ഒന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. പർച്ചേസ് ബഡ്ജറ്റ് ലാസ്റ്റുള്ള ഓൾ മെറ്റീരിയൽ വിൽ ബി പർച്ചേസ് 3rd ജൂൺ. എല്ലാം എന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? 3rd ജൂൺ. ജൂൺ ഇപ്പം എന്താ പറയാൻ കാരണം? 1 മിനിറ്റ്. ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജൂൺ. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഓപ്പണിങ്. പ്രിപ്പയർ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. അവിടെ നിൽക്കട്ടെ. ഇതാണ് 1. നോട്ട് ചെയ്യണ്ട. 1 നോട്ട് ചെയ്യോ നിങ്ങൾ? ഓക്കെ, ആണ് നന്ന്. അങ്ങനെയാണെങ്കിൽ നന്ന്. ഇതാ ഇപ്പം ശരിയാക്കിയത്. അത് ഇവിടെ ഇപ്പം തന്നെ ശരിയാക്കും. നമ്പർ 1 ഏതാ? പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ശ്രദ്ധിക്കണം കേട്ടോ, ഏതിനാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്? ഫിനിഷ്ഡ് ഗുഡ്സിനാണ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ഏതൊക്കെയാണ് നിങ്ങളുടെ ഫിനിഷ്ഡ് ഗുഡ്സുകൾ? AB+ഉം CD+ഉം. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് എന്തറിയാം? സെയിൽസ് തന്നിട്ടുണ്ട് 60ഉം പിന്നെ എത്രയാം? 200. ആഡ് ഏതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് 5ഉം 60ഉം ആണല്ലേ? 5 60. 5 തെറ്റിയാ? ഇല്ലല്ലോ. ഓക്കെ, മൈനസ് ഏതാ? ഓപ്പണിംഗ് സ്റ്റോക്ക്. എത്രയാ? 10ഉം 50ഉം. ഒന്ന് ചെയ്ത് തന്നാൽ കിട്ടുന്നതിൻ്റെ പേരെന്താ? യൂണിറ്റ് ടു ബി മാനുഫാക്ചേർഡ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ്. എത്ര വരും? 55ഉം 210. ഓക്കെ അല്ലേ? അപ്പോൾ അത് വരും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ആവശ്യപ്പെട്ടത്? പറയൂ പ്ലീസ്. രണ്ടാമത് എന്താ ക്വസ്റ്റ്യൻ ആവശ്യപ്പെട്ടത്? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഞാൻ ഇനി വായിച്ചാലും കുഴപ്പമില്ലല്ലോ. മനസ്സിലില്ലേ? ഉണ്ട്. മനസ്സിലുണ്ടെങ്കിൽ ആര് വിറ്റടിച്ചല്ലോടെ? പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എത്രയൊക്കെയാണ്? പ്രൊഡക്ഷൻ 210, മറ്റേ എത്രയാണ്? 55. ഇനി അടുത്ത ഏതാ? നമ്പർ 2 ഏതാ? ക്വസ്റ്റ്യൻ വായിച്ചാൽ അറിയുള്ളൂ. എന്താ? മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ബഡ്ജറ്റ് ഫോർ ദ മന്ത് ഓഫ് ജൂൺ. അവിടെ കേട്ടെ. ഇതാണ് നമ്പർ ഏത്? 2. നമ്പർ 2 പറയും. 2 എഴുതി. മെറ്റീരിയൽ റിക്വയർഡ് ബഡ്ജറ്റ് അല്ലേ മക്കളെ? ഏതൊക്കെയാണ് മെറ്റീരിയൽ വേണ്ടത്? എ വേണം, ബി വേണം, സി വേണം, ഡി വേണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതിൻ്റെ എത്ര കിലോ വേണം എന്നുള്ളതിൻ്റെ ഒരു പോയിൻ്റാണ് ഇവിടെ. ക്ലിയർ? ഇതാണ് കിലോ. എങ്ങനെയാ? ഒരു ബൈക്കിൻ്റെ കിലോ അല്ലേ 100 വിചാരിക്കാം. അതിൽ 50% എന്താവും? വുഡാവും. 50% ഏതാവും? ഫൈബറാവും. ഇതാണ് സംഭവം. ബൈക്കിൻ്റെ ആ കിലോനനുസരിച്ച് തന്നെയാണ് റോ മെറ്റീരിയലും മേടിക്കാൻ. ഓക്കെ, അതുകൊണ്ട് എളുപ്പമായി നമുക്കറിയാം. അപ്പോൾ എത്ര ബൈക്കാണ് ഉണ്ടാക്കുന്നത്? പ്രൊഡക്ഷൻ ഉള്ളത്? മെറ്റീരിയൽ കൺസ്യൂമഡ് എഴുതണ്ട. എയും ബി ഏതിന് വേണ്ടിയിട്ടാണ്? എ ബി അല്ലേ? അതിൻ്റെ പേരിന് എ ബി എന്നില്ലേ? ആ എ ബി ടോട്ടൽ വേണ്ടത് 55 അല്ലേ? 55-ൽ 80% ഏതാണ്? എ ആണ്. 55-ൽ 20% ഏതാണ്? ബി ആണ്. അപ്പോൾ എത്ര വരും? എ 44, ബി എത്ര വരും? 11. ഗ്രേറ്റ്. സി 210-ൻ്റെ 50%. ഇവിടെ 210-ൻ്റെ എത്രയാണ്? 50%. 105. That's all about this particular short span of time of the planet. ശരിക്കും സത്യം. അടുത്തേതാ? നമ്പർ ഏതാ? 3. ഇത്രേ ഉള്ളൂ. എത്രയാണ് വേണ്ടത്? എന്ത്? എ എത്ര മേടിക്കണം? 44 കൺസ്യൂം മേടിക്കണം എന്നല്ല, ആവശ്യമുള്ളത്. റിക്വയർമെൻറ്റ് എത്രയാണ്? 44. ബി എത്ര ആവശ്യം? 11. സിയും ഡിയും 105 വീതം. പക്ഷെ അത്രയും സാധനങ്ങൾ നിങ്ങൾ മേടിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. എന്താ? മെറ്റീരിയൽ പർച്ചേസ്ഡ് ബൈ ഇൻഡിക്കേറ്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഫോർ ദ മന്ത് ഓഫ് ജൂൺ. എന്നിട്ട് ടോട്ടൽ എത്ര എക്സ്പെൻഡിച്ചർ വരുന്നു കൂടെ എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഇപ്പം ശരിയാക്കി തരാം. ഇവിടെ തന്നെ ഏതാണ്? മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്.
ഏത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടത്? ABCD. ആദ്യം എന്തറിയണം? റിക്വയർഡ് അറിയണം അല്ലേ? നിങ്ങൾ കണ്ടില്ലേ, മെറ്റീരിയൽ റിക്വയർഡ് അറിയണമെങ്കിൽ എന്തറിയണം? പ്രൊഡക്ഷൻ അറിയണം. പ്രൊഡക്ഷൻ അറിഞ്ഞാൽ റിക്വയർഡ് അറിയാൻ പറ്റുള്ളൂ. റിക്വയർഡ് അറിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, എത്ര പർച്ചേസ് ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ റിക്വയർഡ് നമുക്ക് അറിയാലോ. ഓക്കെ, അത് എഴുതി വെക്കാം. മെറ്റീരിയൽ ഏതാണ്? റിക്വയർഡ് അല്ലെങ്കിൽ ടു ബി പറയടാ കൺസ്യൂംഡ്. എത്രയൊക്കെയാണ്? 44, 11, 105. ഓൾറെഡി നമ്മുടെ കയ്യിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കാരണം അത്രയും നമുക്ക് വേണ്ടല്ലോ. ഉണ്ട്, തന്നുണ്ട്. ADയും BDയും ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 15 പറയടാ 15, 10, 200, 250. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എത്ര വേണം? 20, 40, 300, 200. അപ്പോൾ നമുക്ക് കിട്ടുന്നതിൻ്റെ പേരെന്താ? മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് കിട്ടും. എത്ര വരും? വേണ്ട 49, അടുത്ത 41, 205, 55. 5 ഇട്ടിട്ടുള്ളൂ. ഓക്കെ മക്കൾ, ഇത് മാത്രം പോരാ, മാർക്ക് കിട്ടൂല. എന്ത് വേണം? പർച്ചേസ് കോസ്റ്റോടെ എഴുതണം. 41 എത്ര റുപ്യാണ്? 500 റുപ്യാണ്. ഇത്രേ 1 കിലോഗ്രാമിൻ്റെ 1 ടണ്ണിൻ്റെ വില. ഏക്ക് 500 അല്ലേ? അപ്പോൾ എത്ര? 49 ഇൻറ്റു എത്രയാ? 500. എത്ര വരും? 24, 500. ഇനി അടുത്ത് 41 ഇൻറ്റു എത്ര അടിക്കാൻ മതി? 400 അല്ലേ? ഓരോ പ്രൈസ് അടിച്ചു. അപ്പോൾ എത്ര വരും? 16, 400. അടുത്ത് 20, 500. 55 ഇൻറ്റു എത്രയാ? 200, 11,000. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ചൊക്കെ ലോജിക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോമൺ സെൻസ്. അപ്പോൾ ഞാൻ പറയാറുള്ളതാണ് എപ്പോഴും ഇമാജിൻ ചെയ്യാം. എപ്പോഴും എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക. എക്സാമിനാണെങ്കിൽ എന്ത് ചെയ്യുക? ഇത് ഇന്ന പ്രൊഡക്റ്റാണ്, ഇത് ഫാനാണ്, ഇതെന്താണ്, ചെരുപ്പാണെന്നാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക. അശ്വിനി ഇവിടെ ഒന്നുമില്ലേ? എവിടെ? സെവൻ എ ആണ്. EVA റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് തന്നിട്ടുണ്ട് 45 lakh. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താ EVAയുടെ? പറയൂ. EVA ഈസ് ഈക്വൽ ടു NOPAT മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു WAC. ഇതിലിപ്പോൾ ഏത് ഡയറക്റ്റ് അറിയാം? ക്യാപിറ്റൽ എംപ്ലോയിഡ് അറിയാം. അറിയില്ലേ? എത്രയാ? 45 ലക്ഷം. WAC തന്നിട്ടുണ്ടോ ഡയറക്റ്റ്? പിന്നെ ആരോ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇൻറ്റു NOPAT കാണണ്ടേ? അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 1. എന്ത് കാണാനാ? NOPAT. ഓക്കെ, NOPAT കാണാൻ നമുക്ക് ഒരു വഴി ഉപയോഗിക്കാം. നമുക്കറിയാം EBITയും അതേപോലെ ഇവിടെ ഒരു സാധനമുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഏതാണ്? 1:4 ആണ്. ഓക്കെ അല്ലേ? അതിൻ്റെ മീനിങ് എന്താ? 1 രൂപ ഡെപ്റ്റ് ആകുമ്പോൾ 4 രൂപ എന്താണ്? ഇക്വിറ്റി. ഇൻട്രസ്റ്റ് KD തന്നിട്ടുണ്ട്. ടാക്സ് ലെസ് ചെയ്തിട്ട് വേണം എടുക്കാൻ, ശ്രദ്ധിക്കണം. ടാക്സ് റേറ്റ് ഒന്ന് വെറൈറ്റി ആക്കിയിട്ടുണ്ട്. 31.2 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. RF വന്നിട്ടുണ്ട്, അറിയാലോ, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. BSCയുടെ അപ്പോൾ അതേതാ? RM. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്, ഇതാണ് നമ്മുടെ കച്ചിത്തുരുമ്പ്. ബീറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, CLPM പ്രകാരം എന്ത് ചെയ്യാം? കാണാം. അപ്പോൾ എന്തായാലും NOPAT കാണാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് ഫിനാൻഷ്യൽ ലിവറേജ്. കേട്ടോ, അത് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പുറത്തൊക്കെ പോട്ടെ. ഓക്കെ, സ്ഥലമല്ല, കൺജസ്റ്റോ. A. ബാക്കി കാൽക്കുലേഷനൊക്കെ അവിടെ എഴുതിയില്ല. NOPAT വേണ്ട. NOPAT മൈനസ് ഏതാണ്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഏതാണ്? WAC. ഇതിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് 45 lakh അറിയാം. WAC കണ്ടെത്തണം, NOPAT കണ്ടെത്തണം. വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 1. എന്ത് കണ്ടെത്താൻ പോകണം? NOPAT കണ്ടെത്താൻ പോകണം. ഓക്കെ, കണ്ടെത്തട്ടെ. എങ്ങനെ കണ്ടെത്താം NOPAT?
ഫിനാൻഷ്യൽ ലിവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ അറിയോ? EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ്. ഇതാണ് സംഭവം. ആ ലിവറേജ് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു ആ ലിവറേജ്? 1.1 ടൈംസ്. അപ്പോൾ ഇതിൽ കൊണ്ടിട്ടിട്ടാണ് 1.1 ഈസ് ഈക്വൽ ടു EBIT അറിയില്ല, ഡിവൈഡഡ് ബൈ EBIT വീണ്ടും അറിയില്ല, മൈനസ് ഏതാ? ഇൻട്രസ്റ്റ്. അതറിയാം. മൊത്തം ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജാണ്? 12% അല്ലേ? അല്ലടാ, ഈ 12% നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റുപ്പീസിലേക്ക്. അപ്പോൾ ചോദ്യം, ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയുള്ളത്? 45 ലക്ഷം അല്ലേ? ആ 45 ലക്ഷത്തിൻ്റെ 1/5 ആണ് ഏത്? ഡെപ്റ്റ്. എത്ര വരും? 9 lakh. ക്ലിയർ അല്ലേ? ഡെപ്റ്റ് കിട്ടിയില്ലേ? ആ ഡെപ്റ്റിൻ്റെ 12% കാൽക്കുലേറ്റ് ചെയ്താൽ 1,108,000 അല്ലേ? ഇത് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ? യെസ്. ഇതാണ് ആ കാൽക്കുലേഷൻ വരുന്നത്. ഇനി ഇതെന്ത് ചെയ്യാം? ചുരുക്കാം. അപ്പോൾ 1.1 EBIT മൈനസ് അല്ലേ? എങ്ങനെയല്ലേ? 1.1 EBIT മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 1,08,000 എത്ര വരും? 1.1 ഇൻറ്റു 1,08,000 1,18,800. എവിടെ നമ്മൾ എത്തിയില്ല? ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ മൈനസ് അല്ലേ? ഈസ് ഈക്വൽ ടു അല്ലേ? EBIT. ഓക്കെ, ഇനി എന്താ? 1 മൈനസ് ഇവിടെ 1 അല്ലേ? ഒരു EBIT അല്ലേ? അപ്പോൾ എത്ര വരും? 0.1 EBIT വരും. ഈസ് ഈക്വൽ ടു എത്രയാ? 1,18,800. ദെർഫോർ EBIT ഈസ് ഈക്വൽ ടു 1,18,800 ഡിവൈഡഡ് ബൈ 0.10. എത്ര വരും? 11,88,000 വരും. EBIT അല്ലേ? നമുക്ക് നോപ്പാറ്റ് അല്ലേ വേണ്ടേ? നോപ്പാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? EBITയിൽ നിന്നും എന്ത് ലെസ് ചെയ്താൽ മതി? ടാക്സ് ലെസ് ചെയ്താൽ മതി. അപ്പോൾ 11,800 മൈനസ് 0 കൂടുതലാ? ഇനിയും കൂടണം 0. 11,88,000. ഓക്കെ, ഗ്രേറ്റ്. 11,88,000 മൈനസ് ടാക്സ് എത്ര പെർസെൻറ്റേജാണ്? 31.2%. ലെസ് ചെയ്താൽ എത്ര വരും? 8,44,000. ഇതാണ് നോ പാറ്റ്. ഓക്കെ അല്ലേ? 8,17,340. മുകളിൽ എഴുതാം അല്ലേ? 17 ആണ്. 17,344. ഇനി വാക്കും കൂടെ കണ്ടാൽ പോരെ? പറയും വാക്ക് എങ്ങനെ കാണും? വാക്ക് ഈസ് ഈക്വൽ ടു പറയടാ KD ഇൻറ്റു വെയിറ്റ് ഓഫ് ഡെപ്റ്റ് പ്ലസ് KE ഇൻറ്റു ഏതാ? വെയിറ്റ് ഓഫ് ഇക്വിറ്റി. KD അറിയാം 12%. 1 മൈനസ് ടാക്സ് 31.2% ഇൻറ്റു 1/5 ആണ് അല്ലേ? പിന്നെ ഏതറിയില്ല? KE അറിയില്ല. കണ്ടെത്തണം. KE ഏതാ? RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ പ്രകാരം RF എത്രയായിരുന്നു? 10%. ബീറ്റ 1.40. RM 15% മൈനസ് 10%. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരും? 17%. ചെക്ക് ചെയ്യും. ആണോ? ഓക്കെ, അപ്പോൾ സെറ്റായി. 17% ഇൻറ്റു ഏതാ? 4/5. ഓക്കെ, ടോട്ടൽ ചെയ്താൽ എത്ര കിട്ടും പറയും? വാക്ക് എത്ര? ഷീന 16. 16%ആണോ? ഇരിക്കും.
ഒന്നുമില്ലല്ലേ. 15.25%. അതൊരു ചോദ്യമാണ്. ഇതല്ല കിട്ടണേ, ചെക്ക് ചെയ്യേണ്ടല്ലോ. 15.25 മുകളിലടിക്കുക, പരിപാടി കഴിഞ്ഞു. 15.25%. EV എത്ര പറയും എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് വാക്കാന്നുള്ളത്. EV എത്ര കിട്ടിയ സെറ്റ്? 1,31,094. ഇനി വല്ല റൗണ്ടിങ്ങിൻ്റെ സ്കോപ്പൊന്നും ഇല്ല അല്ലേ? നമ്മളിവിടെ റൗണ്ട് ചെയ്തില്ലല്ലോ. കിട്ടണ്ടാവും. ഷുവർ? അപ്പോൾ അതങ്ങ് കഴിയും. അടുത്തൊരു ക്വസ്റ്റ്യനോടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാപ്പ് വരാം. ഓക്കെ, പറയട്ടെ. 8ാമത്തെ ക്വസ്റ്റ്യനില്ലേ, ടെക്സ്റ്റിലുള്ള അതേ ടൈപ്പ് സാധനം. ഒരു 14 ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും 10ാമത്തെ ചാപ്റ്ററിൽ. മേ ബി 10ാമത്തെ ചാപ്റ്ററിൽ മറ്റേ കൂടുതൽ സമയം എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആലോചിക്കണ്ട, തൽക്കാലം നമുക്ക് ചെയ്യാം. പറയടാ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരട്ടെ. ഇപ്പോൾ നമ്മൾ 7Bയിലേക്കാണ് ഇനി പോകുന്നത്. അതും കൂടെ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് തരാം. പ്ലീസ് ലിസൺ. 7B ഒന്ന് വായിക്കും. ഏതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ലോഗിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതാണ് yx = ax പവർ bനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ മീനിങ് എന്താ? ഇത് മിക്കവാറും ഏതിൽ കവർ ആവുന്നുണ്ടാവാം? ഡബിളിൽ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വായിക്കാം. 64 പീസിനുള്ള ഓർഡർ കിട്ടി. ഓഫ് എ ലോഗോ engraving work of MS and fitting with involving the labor operation. ഇൻട്രിക്കേറ്റ് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലേബർ ഓപ്പറേഷനാണ് വേണ്ടി വരിക. ലോഗോ എൻഗ്രേവിങ് തോന്നിക്കുകയാണ് ഈ സ്റ്റീലിലൊക്കെ ഇങ്ങനെ ലോഗോ പതിച്ചു കൊടുക്കൂലേ, അങ്ങനെന്തോ സാധനം. കുറച്ച് എക്സ്പേർട്ടായ ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഒന്ന് ക്ലോസ് ചെയ്യും. എക്സ്പേർട്ട് ആൾക്ക് പ്രോബ്ലം ചെയ്യാൻ എക്സ്പേർട്ടൊന്നും വേണ്ട, അത് ബേസിക് ക്വസ്റ്റ്യനാണ്. ഞാൻ ആ വർക്ക് ചെയ്യുന്ന ആളുടെ കാര്യമാണ് പറഞ്ഞത്, തെറ്റിദ്ധരിക്കണ്ട. ദ ലോഗോ എൻഗ്രേവിങ് ഇറ്റ്സ് ഡൺ സ്പെഷ്യലൈസ്ഡ് മെഷീനിലാണ് ചെയ്യുന്നത്. ലോഗോ എൻഗ്രേവിങ് അറ്റ് ദ ടൈം ദ ഫസ്റ്റ് 2 എൻഗ്രേവിങ് വർക്ക് വെർ കംപ്ലീറ്റഡ് എത്രയാണ്? 10 minutes ടൈം. ദ ഓപ്പറേഷൻ ഈസ് സബ്ജക്റ്റ് ടു 80% ലേണിംഗ് റേറ്റ്. ദ ഡയറക്റ്റ് ലേബർ റേറ്റ് എത്രയാണ്? ₹100. റേറ്റ് പെർ ഹവർ റുപ്പീസ് എത്രയാണ്? 100. ഡിറ്റർമിൻ ദ ടോട്ടൽ ടൈം കാണണം. പിന്നെ ലേബർ കോസ്റ്റ് റിക്വയർഡ് ടു എക്സിക്യൂട്ട് ദ വർക്ക്. ഇതാണ് ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് 1ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? പിന്നെ അവിടെ എന്തുകൊണ്ട് നമുക്ക് പിന്നെ വായിക്കാം, നമുക്കിത് തീരുമാനമാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 64 എന്ന് പറഞ്ഞാൽ 2, പിന്നെ ഏതാ 1, 2 ഏതാ, പിന്നെ 8 × 2 എത്രയാണ്? ഡബിൾ എടുക്കുക, 16, പിന്നെ 16, 32, 64. അപ്പോൾ ഡബിളിങ്ങുള്ളതാണ്, അതുകൊണ്ടാണ് പിന്നെ അവരൊന്നും തരാത്തത്. ഓക്കെ, അതിൻ്റെ എന്തൊക്കെ കാണണം? ടോട്ടൽ ടൈമും കാണണം, ലേബർ കോസ്റ്റും കാണണം. കണ്ടൂടെ? കാണാം, അതിനെന്താ. അപ്പോൾ എങ്ങനെ നമ്മുടെ ടേബിൾ വരയ്ക്കാം? യൂണിറ്റ്, പിന്നെ ക്യാറ്റ് അല്ലേ, പിന്നെ ടോട്ടൽ എല്ലാത്തിനും കാണണ്ടല്ലോ. ക്യുമുലേറ്റീവ് ആവറേജ് ടൈം പെർ യൂണിറ്റ്. 1 യൂണിറ്റ് ആകുമ്പോൾ എത്ര ടൈം പറഞ്ഞത്? 10 അല്ലേ? അല്ലേ? ഓക്കെ, അടുത്തത് 2ാമത്തെ ആകുമ്പോൾ അല്ല, 2 യൂണിറ്റിനല്ലേ 10 പറഞ്ഞ്? 1-നല്ല, 2-നാണ് 10. ഓക്കെ അല്ലേ? അടുത്തേതാ? 4 അല്ലേ?
അപ്പോൾ നിങ്ങൾ പറയും എത്ര വരിക 4-ന്റെ 80% കാണും അല്ലേ. 10-ന്റെ എത്രയാ 80%, എത്രയാ 8. പിന്നെ 4 ഡബിളായി എത്രയാ, നിങ്ങൾക്ക് ആ പോയിന്റ് മനസ്സിലായില്ലേ. ഇവിടെ ഒരു തവണ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 കഴിഞ്ഞ് എടുത്തേതാ 8. അപ്പോൾ 8-ന്റെ എത്രയാ 2.6.4. അടുത്ത് 16-ന്റെ 5.12 ഫുള്ള് പറഞ്ഞോട്ടാ. 32-ന്റെ 4.096. 64-ന്റെ 3. ഓക്കെ യെസ്. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ വായിക്കണം ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇനി ഇത് കൂടണമെന്നുള്ള അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ക്വസ്റ്റ്യനൂടെ വായിക്കാം വേണ്ടേ. റിപ്പീറ്റ് വർക്ക് ഓർഡർ 100% ഓഫ് ഒറിജിനൽ ക്വാണ്ടിറ്റി. ഒറിജിനൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ എത്രയാണ് 64 കിട്ടിയേ. ഈ 64 കൂടാതെ അടുത്തൊരു 64 കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 64 ഡബിൾ എടുത്തു 128. അപ്പോൾ അതും കൂടെ കണ്ട പ്രശ്നം തീർന്നു. ആൻസറായി. ഓക്കെ അല്ലേ. യെസ്. എത്ര വരും 128? 2.6214 ഫുള്ള് എടുക്കട്ടെ. ഇതിലൊക്കെ ഒരു അപകടം പതുങ്ങി കിടക്കുന്നുണ്ട്. എന്താ അറിയോ, ടോട്ടൽ ടൈം കാണുമ്പോൾ. ടോട്ടൽ ടൈം ഒന്നുകൂടെ അത് കാണല്ലേ, ടോട്ടൽ ടൈം കൂടെ കാണാം. എത്ര വരും ഫസ്റ്റിൻ്റെ ടോട്ടൽ ടൈം? 2 യൂണിറ്റിൻ്റെ ടോട്ടൽ ടൈം 2 ഇൻറ്റു എത്രയാണ് 10. 2 യൂണിറ്റിൻ്റെ ടോട്ടൽ ടൈമാണ്. ശരിയാ. ഒരെണ്ണത്തിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ 2 എടുക്കുന്നില്ല എല്ലാത്തും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ടോട്ടൽ ടൈം കാണുമ്പോൾ ആദ്യം 10 ഇൻറ്റു 2 അടിച്ച് ഡിവൈഡ് ബൈ എന്തടിക്കണം 2 അടിക്കണം. എല്ലാത്തിൻ്റെ 1 യൂണിറ്റിൻ്റെ അല്ലേ നമുക്ക് കിട്ടണ്ടേ. അപ്പോൾ ഇതാക്കിയില്ല ആ ഭാഗം എന്ന് പറഞ്ഞ് വായിക്കാം. The first 2 engraving work were completed in 10 minutes time. ഓക്കെ, അപ്പോൾ ഇത് എത്ര വരിക 10 അല്ലേ. ഇനി അടുത്ത കാൽക്കുലേഷൻ പറയും. 8 ഇൻറ്റു ഏതാണ് 8 അല്ലേ, ഡിവൈഡഡ് ബൈ എത്ര അടിക്കുക 2. എത്ര വരും? സോറി ഞാൻ ഇങ്ങനെ വന്നപ്പോൾ എന്താ യൂണിറ്റ് എന്ന് വിചാരിച്ച. സോറിടാ, മാറിക്കോ. 4 ഇൻറ്റു ഏതാ 8 ഡിവൈഡഡ് ബൈ 1 യൂണിറ്റിലേക്ക് വരുമ്പോൾ 2. എത്ര വരും 16. അടുത്ത പറയും ചെയ്തൂടെ. 8 ഇൻറ്റു 6.4 ഡിവൈഡഡ് ബൈ എത്രയാ 25.6. ഓക്കെ, അടുത്ത് 40.96. ഓക്കെ, അടുത്ത് 32 ഇൻറ്റു ഇതൊന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ. 65.53 6. അടുത്ത് 64 ഇൻറ്റു 3.2768 104.86. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചാൽ ഡിറ്റർമിൻ ടോട്ടൽ ടൈം ലേബർ കോസ്റ്റ് റിക്വയർഡ് ടു എക്സിക്യൂട്ട് ദ വർക്ക് ഓർഡർ. എത്രയാ എടാ ഈ വർക്ക് ഓർഡറിൽ എടാ 2 യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതിനാണ് 8-നാണ്. 2 യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഏതിനെയാണ് 8-നാണ്. കാരണം ഒരു തവണ ഉണ്ടാക്കുമ്പോൾ 2 യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ നേരെ പകുതി എടുത്ത് സമയത്തിൻ്റെ. ഓക്കെ, 2 എന്താക്കി 1 ആക്കിയത്. അപ്പം ഞാൻ അടുത്ത ഏതാ അടുത്തും കൂടെ എഴുതണം. 167.7726. ഓക്കെ, യെസ്. അപ്പോൾ സ്പെസിഫിക്കലി ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്പർ 1 എന്തായിരുന്നു, ഡിറ്റർമിൻ ദ ടോട്ടൽ ടൈം അല്ലേ. അപ്പോൾ ടോട്ടൽ ടൈം ഓഫ് 64 യൂണിറ്റ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് 104.86. അടുത്തൊരു ചോദ്യം കൂടെ ഉണ്ട്. ഏതാണ്
ലേബർ കോസ്റ്റ് ഇല്ലേ, ലേബർ കോസ്റ്റ് എങ്ങനെ കാണാം? 104.86 ഇൻറ്റു എത്ര രൂപയാണ്? 100 രൂപ അല്ലേ? 100 എന്താ പറഞ്ഞത്? ഇതെന്താ ഈ 104.86 എന്താ? ഹവറല്ലേ അതോ മിനിറ്റാ? നോക്കി നോക്ക്, മിനിറ്റാ. കളിക്കും പൊളിക്കും ഓക്കെ അല്ലേ? മതി, ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കാര്യം ഉണ്ടാ ഇല്ല. നമുക്ക് 100നെ ഏത് റേറ്റിലേക്ക് എടുക്കണം? മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം എത്ര വരും? ഹവറാണ്. എന്താ മനസ്സിലായില്ല? ഇത് ഹവറല്ലല്ലോ, ഈ 10 ഇതൊക്കെ മിനിറ്റ് അല്ലേ? അപ്പം എത്ര വരും? 60. ഇടത്തൊന്ന് ചെയ്ത് കൊണ്ടേ 62. എന്തെങ്കിലും ചെയ്യാത്തെന്താ? കിട്ടിയില്ല, പറഞ്ഞു തുടങ്ങാം. 62.5 ലാക്കാ. ലേബർ കോസ്റ്റ് അല്ലേ ഇവർ ചോദിച്ചുള്ളത്? ഇതല്ലേ? പിന്നെ 62 പറഞ്ഞു. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര കിട്ടിയ? 174.76. ഓക്കെ, ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത. ആദ്യം ലേബർ ടൈം ടു ഡു ദ ലോഗ എൻഗേജ് ഇൻ 64 പീസസ് ഓഫ് MS എൻഡിങ് ഫിറ്റ് 104. ഓക്കെ അല്ലേ? 64 മിനിറ്റ്. നമ്മുടെയാണ് ആക്യുറസി. അവർ റൗണ്ട് ചെയ്തിട്ടുണ്ടാവും എവിടെയെങ്കിലും, നമ്മൾ ഒരിക്കലും റൗണ്ട് ചെയ്താൽ ഏറ്റവും പെർഫെക്റ്റ് ആൻസർ നമ്മുടെ. റൗണ്ട് ചെയ്തിട്ടുണ്ടോ? എന്നാൽ ശരി, എന്നാൽ ഫുള്ളാക്കിയ 8.576. ഓക്കെ, എന്നായിക്കോട്ടെ. ഇനി ആ ഡയലോഗ് പറയാലോ. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാറ്റം ഉണ്ടാവും എന്തായാലും. അപ്പോൾ അതിൻ്റെ 174 പോയിൻറ്റ് സംതിങ് ചെറിയ പോയിന്റുകളുടെ വ്യത്യാസമുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കാണാൻ എളുപ്പമല്ലേ? അടുത്ത കാണാൻ എന്താ? അടുത്ത ഇതേ സാധനം തന്നെ കാണാനാണ് പറയുന്നത്. നമ്പർ 2 പറയും. ടോട്ടൽ ടൈം ഓഫ് പറടാ 128 യൂണിറ്റ് എത്ര വരും? ഇവിടെ മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എഴുതിയാൽ പോരെ. 167.772216 മിനിറ്റാണ്. ഓക്കെ അല്ലേ? ഇതൊക്കെ എന്താണ്? മിനിറ്റാണ്. യെസ്. ഇനി ഇതിൻ്റെ കോസ്റ്റും കൂടെ അല്ലേ പറഞ്ഞില്ലേ? റിപ്പീറ്റ് വർക്ക് 100% of original quantities to be received from the same customer. What will be the total time labor cost necessary for the repeat work also? അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയും എന്ത് കാണാം? ലേബർ കോസ്റ്റ് കാണാം. എങ്ങനെ കാണാം? 167.772216 ഇൻറ്റു 100 രൂപ പെർ അവറിനാണ്. അത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എത്ര വരും? 105 സംതിങ് ആണ്. എത്ര വരണ്ട? യെസ് ഗ്രേറ്റ്. ചോദിച്ചത് എന്താ വെച്ചാലേ, ക്വസ്റ്റ്യൻ എന്താ? റിപ്പീറ്റ് വർക്ക് ഓർഡർ ഇതാക്കിയില്ലേ? ആ റിപ്പീറ്റ് വർക്ക് എത്ര അല്ല? 167 ഇല്ലല്ലോ. റിപ്പീറ്റ് വർക്ക് എന്ന് പറഞ്ഞാലേ ഓൾറെഡി നമ്മൾ എത്ര യൂണിറ്റ് കൊടുത്തു? 64 കൊടുത്തു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എക്സ്ട്രാ 64ാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ടൈം കാണുമ്പോൾ എങ്ങനെ? ടോട്ടൽ ടൈം ഓഫ് 128 അല്ല, ടോട്ടൽ ടൈം ഓഫ് എത്രയാണ്? 64 യൂണിറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ? TT 128 മൈനസ് TT 64. അപ്പോൾ എത്ര? 167.772216 മൈനസ് 108.86 എത്ര വരും? 104.857. ഇതെങ്ങനെ 104 കിട്ടുക? 104 കിട്ടിയില്ല. ആരും പറഞ്ഞ എത്ര കിട്ടുന്നത്? 63 സംതിങ് കിട്ടണ്ട. 62.914. എന്താ പ്രശ്നം? എന്താ എത്ര? 104 അവിടെ എഴുതണ്ടേ? ഓക്കെ, യെസ്. വെറുതെ അല്ല.
104.86. അപ്പോൾ എത്ര വരും? 62.914 കിട്ടും. ഇനി ഇതിൻ്റെ ലേബർ എങ്ങനെ കാണാം? 62.914 എന്ന് പറഞ്ഞാൽ മിനിറ്റാണ്. ഒരു മിനിറ്റിന് എത്ര റുപ്യ? 100/60 അടിച്ച ഒരു മിനിറ്റിൻ്റെ കിട്ടും. അപ്പോൾ കിട്ടുന്നതാണ് 104.85. ആൻസർ കീഴിൽ 105. ഓക്കെ അല്ലേ? അതിലിപ്പോൾ എവിടെ റൗണ്ട് ചെയ്തേലുണ്ടാവും. ഇപ്പോൾ ഇത്ര അധികം ഒന്നും എടുത്തുണ്ടാവില്ല. ഓക്കെ അല്ലേ? ഒരു 2 ഡിജിറ്റ് വെച്ച് റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്തോ നോക്കി നോക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു ടിസ്റ്റ് എന്താണെന്നറിയോ? നിങ്ങൾ 10 മിനിറ്റിൽ ഉണ്ടാക്കുന്നത് 2 യൂണിറ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളൊരു പണിയാ, ഒരാലോചന. എന്താ ആലോചന? അതിന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ 5ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? നേരെ ഡിവൈഡഡ് ബൈ എത്ര അടിക്കുക? 2 അടിക്കുക. അതോ 2 ആണ് എന്നുള്ള എന്ത് ചെയ്താൽ മതി? മനസ്സിൽ വെച്ചാൽ നിങ്ങളുടെ കംഫർട്ട് പോലെ ചെയ്യും. മക്കളെ, ഈ ക്വസ്റ്റ്യൻ സ്റ്റഡി മെറ്റീരിയലുള്ള സെയിം അല്ല, ഒരു സിമിലർ ക്വസ്റ്റ്യനാണ്. യൂണിറ്റ് സോൾഡ് ഇയർ എൻഡിൽ യൂണിറ്റ് സോൾഡ് എത്രയാ? 2 lakh. സെല്ലിംഗ് പ്രൈസ് 10 രൂപ. ഫിക്സ്ഡ് കോസ്റ്റ് അപ്പുറത്ത് വന്നിട്ടുണ്ട്, പിന്നെ വേരിയബിൾ കോസ്റ്റ് ഇപ്പുറത്തുണ്ട്. ഓക്കെ അല്ലേ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയൊക്കെയാണ്? പറയും. വർക്ക്സ് ഓവർ ഹെഡ് 4 രൂപ, അഡ്മിനിസ്ട്രേഷൻ്റെ വേരിയബിൾ 1 രൂപ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്? 0.5. ഓക്കെ. അപ്പുറത്ത് ഫിക്സ്ഡ് കോസ്റ്റുകൾ തന്നിട്ടുണ്ട്. 2,50,000. ടോട്ടൽ എത്ര വരും? 3,80,000 അല്ലേ? ഓക്കെ. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 3,80,000. ഇതൊന്നും എഴുതി വെക്കരുത് കേട്ടോ, അവിടെ ഒന്നും എഴുതരുത്. ഓക്കെ. ഇൻകം ടാക്സ് എത്രയാണ് പറഞ്ഞത്? 31.2%. ഇപ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കൂ, പെന്നൊക്കെ എടുത്തിട്ട്. 31.2%. ചെറിയ ചായൽ എന്തായാലും. ദ ഫേം പ്രെഡിക്റ്റ് വേരിയബിൾ വർക്ക്സ് ഓവർഹെഡ് അറ്റ് ഡിഫറെൻറ്റ് സെയിൽസ് ലെവൽ ആസ് അണ്ടർ. പറയട്ടെ. വേരിയബിൾ വർക്ക്സ് ഓവർഹെഡ് മാറും എത്രേ? ഇപ്പം നിലവിൽ വർക്ക്സ് ഓവർഹെഡ് ഇവിടെ എത്ര ഉള്ളത്? 4 അല്ലേ? അത് 4 ആവും എങ്ങനെയാണെങ്കിൽ 2 ലക്ഷം യൂണിറ്റ് ആണെങ്കിൽ. സെയിൽസ് എത്ര വേണം? 2 ലക്ഷം ആണെങ്കിൽ വേരിയബിൾ വർക്ക് ഓവർഹെഡ് എത്രയാണ്? ഓക്കെ, 4 ആണ്. എന്നാൽ സെയിൽസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. എത്ര? 7,80,000. അപ്പോൾ ഏത് കൂടും? വേരിയബിൾ വർക്ക്സ് ഓവർഹെഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യണോട്ടാ. വേരിയബിൾ വർക്ക്സ് ഓവർഹെഡ് എന്ത് ചെയ്യും? കൂടും. യൂണിറ്റ് വീണ്ടും കൂടി കഴിഞ്ഞാൽ വേരിയബിൾ വർക്ക്സ് ഓവർഹെഡ് വീണ്ടും എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഏതെന്ന് വെച്ചാൽ ഏതാണ്? വേരിയബിൾ വർക്ക് ഓവർഹെഡ് ആണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അഡ്മിനിസ്ട്രേഷനോ സെല്ലിങ്ങോ എന്ത് ചെയ്യുന്നില്ല? മാറ്റങ്ങളൊന്നും വരുന്നില്ല. കുഴപ്പമില്ലല്ലോ? ഓക്കെ. അടുത്തത് പറയുന്നത് സെയിൽസാണ്. സെയിൽസ് മുകളിൽ നമ്മൾ പറഞ്ഞില്ല, ഇതാ ഈ സെയിൽസിനുള്ള പ്രോബബിലിറ്റിയാണ് താഴെ തന്നിരിക്കുന്നത്. 1,80,000 ആവാൻ എത്ര ചാൻസ് ഉണ്ട്? 30% ചാൻസ്. 2 ലക്ഷം ആവാൻ എത്ര ചാൻസ് ഉണ്ട്? 50% ചാൻസ്. അതേപോലെ 2,40,000 ആവാൻ എത്ര ചാൻസ് ഉണ്ട്? 20% ചാൻസ്. ഇതാണ് സംഭവം. ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. ഏതാ? മുകളിൽ പറഞ്ഞ സാധനം തന്നെ. ഈ വാരിയബിൾ ഈ 5ഉം അതേപോലെ 4ഉം പിന്നെ ഏതാണ് 3ഉം ആവാനുള്ള പോസിബിലിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? താഴത്ത് പറയുന്നത്. സാധാരണ നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് എന്ത് വരും? വാരിയേഷൻ വരും. ഫോർ എക്സാമ്പിൾ 1,80,000 എടുത്തെന്ന് വിചാരിക്കുക ഫസ്റ്റ്. അപ്പോൾ വാരിയബിൾ കോസ്റ്റിൽ, നോർമൽ വാരിയബിൾ കോസ്റ്റിലൊന്നും മാറ്റില്ല. പക്ഷേ ഏത് മാറും? വർക്ക്സ് ഓവർഹെഡ് മാറും. പിന്നെ യൂണിറ്റ് മാറുന്നതിനനുസരിച്ച് സെല്ലിംഗ് പ്രൈസ് മാറുന്നുണ്ടല്ലോ. ഇപ്പം തന്നെ സെല്ലിംഗ് പ്രൈസിൽ മാറ്റമൊന്നുമില്ല. പ്രിപ്പയർ എ പ്രോബബിലിസ്റ്റിക് ബഡ്ജറ്റ് ആൻഡ് കാൽക്കുലേറ്റ് എക്സ്പെക്റ്റഡ് വാല്യൂ. കമൻറ്റ് ഓൺ യുവർ ആൻസർ. ഈ പ്രോബബിലിസ്റ്റിക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപേ നമുക്ക് എന്ത് ചെയ്ത് തരാം? വേറെ സാധനം ഞാൻ സെറ്റാക്കി തരാം. ശ്രദ്ധിക്കുക, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെയ്ത ഒരു വർക്കിംഗ് നോട്ടാണ് പറയുന്നത്.
അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിൻ്റെ വർക്കിങ്സേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. ഏതെടുക്കാം? 1,80,000. ബാക്കിയുള്ളത് വർക്കിംഗ് നോട്ടൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേന് കുറേ സമയം നമുക്ക് കാൽക്കുലേറ്റർ പെട്ടെന്ന് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. ഓക്കെ, പക്ഷേ അതിന് നമുക്ക് ആദ്യം ഒരു ബേസിക് സാധനം കിട്ടണം. അപ്പോൾ ഫസ്റ്റ് വർക്കിംഗ് നോട്ട് ഏതാ? വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്താ പറയുന്നത്? എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? പ്രോഫിറ്റാണ്, പാറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓഫ് എത്ര യൂണിറ്റിൻ്റെ ആണ്? 1,80,000 യൂണിറ്റ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഞാനിതിന് 3 പോസിബിലിറ്റി അല്ലേ ഉള്ളത് മക്കളെ? 1,80,000 ആയി സെയിൽസ്. ഞാൻ സെയിൽസ് 1,80,000 ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാ? പ്രോബബിലിറ്റി എത്രയാണ്? 0.330. ഓക്കെ. അടുത്ത് ഈ 1,80,000 ആയാൽ തന്നെ നമുക്ക് അവിടെ വീണ്ടും 3 സാധ്യതകൾ കാണണം. ഓക്കെ അല്ലേ? അവിടെ എന്തൊക്കെ സാധ്യതകളാണ് നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ ഏത് കൂടും? വേരിയബിൾ കോസ്റ്റിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ പറയട്ടെ, നോക്കൂ, അതാണ് സംഭവം. സെയിൽസ് എത്ര സെയിൽസ് വരാം? 1,80,000 ഇൻറ്റു പറയും 10 എത്ര? 18 ലക്ഷം. അപ്പുറത്ത് 18 ലക്ഷം, അപ്പുറത്ത് 18 ലക്ഷം. മൈനസ് ഏതെടുത്താൽ മതി? വേരിയബിൾ കോസ്റ്റുകൾ. നമുക്ക് ആദ്യം ഏതെടുക്കാം? വേരിയബിൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എടുക്കാം. അല്ലേ വ്യത്യാസമുള്ള? സോറി വർക്ക്സ് ഓവർ ഹെഡ്. വേരിയബിൾ വർക്ക്സ് ഓവർ ഹെഡ് എടുക്കാം. എത്ര വേരിയബിൾ വർക്ക്സ് ഓവർ ഹെഡ്? നമുക്ക് 1,80,000 ഒരു കേസിൽ എന്താണ് എത്ര ആവാം? 5.5 ആവാം. മറ്റതിൽ 1,80,000 അല്ലേ ഇൻറ്റു എത്രയാവാം? ഇതിൽ തന്നെ 4 ആവാം. പിന്നെ എത്രയാവും? 1,80,000 ഇൻറ്റു 3. ഓക്കെ അല്ലേ? അഥവാ വേരിയബിൾ ഓവർഹെഡ് ഇതാണ് പോസിബിലിറ്റി. ഓക്കെ അല്ലേ? പ്രോബിലിറ്റി എത്രയാണ്? 5 ആവാം, 4 ആവാം, 3 ആവാം. ഇതിനൊക്കെയുള്ള പ്രോബിലിറ്റി ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പറയും എത്ര വരും ഇവിടെ? 9,90,000. ഓക്കെ, ലെസ് ചെയ്തിട്ട് അപ്പം തന്നെ കോൺട്രിബ്യൂഷൻ പറഞ്ഞു. വേണ്ട, മൈനസ് ഏതാണ്? ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്. അല്ല, ഫിക്സ്ഡ് ആയില്ല, സോറി കോൺട്രിബ്യൂഷൻ ആയില്ല. ഇനിയും വേരിയബിൾ കോസ്റ്റ് ഇല്ലേ? ഒരെണ്ണല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. എത്ര പേരും അടുത്ത്? 7,20,000. 6,30,000. ഓക്കെ മക്കൾ, ഇനി അടുത്ത ഏതാണ്? വേരിയബിൾ കഴിഞ്ഞാൽ അടുത്ത വേരിയബിൾ ഓവർഹെഡ് വർക്ക്സ് അല്ലല്ലോ. പിന്നെ ഏതുണ്ട്? അഡ്മിനിസ്ട്രേഷൻ പ്ലസ് ഏതാണ്? സെല്ലിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ടും കൂടെ എത്ര? ₹1.50 അല്ലേ? അത് കോമൺ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം അത് മാറുന്നില്ല ഏത് സാഹചര്യത്തിലാണെങ്കിലും. അത് 1.5 ഇൻറ്റു എത്രയാ? 1,80,000. എത്ര വരും? 2,00,000. എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ? ഓക്കെ, എന്നിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. ഈ കോൺട്രിബ്യൂഷൻ കാണണമെന്നൊന്നുമില്ല, മൈനസ് ചെയ്താക്കിയാൽ മതി. ഫിക്സ്ഡ് കോസ്റ്റ് ഓൾറെഡി നമ്മൾ ടോട്ടൽ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ മാനത്ത് നോക്കിയിരുന്ന ആളുകൾ എന്ത് ചെയ്തോളൂ? 3,80,000 അല്ലേ? ഓക്കെ, പ്രോഫിറ്റ് എത്ര വരും? പാറ്റ് അല്ല, അതിൻ്റെ മുന്നേ ടാക്സ് ഇല്ലേ? PBT അത് എഴുതണം, PBT. എന്നിട്ട് എന്ത് ചെയ്യണം? ടാക്സ് ലെസ് ചെയ്തിട്ട് എനിക്ക് പാറ്റ് പറഞ്ഞു തന്നാൽ മതി. ഐ വോണ്ട് പാറ്റ് ഓൺലി. 1,10,880 അല്ലേ? ഓക്കെ, അടുത്ത
2,840,000. $57,600. 35,77,60. ഇത് ചെയ്യും, അത് ഞാൻ അടുത്ത് പറയാം. മക്കളിത് കഴിഞ്ഞില്ലേ? ഇനി എന്താണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്? പ്രോഫിറ്റ്. പറ. എക്സ്ക്യൂസ് മീ, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാട്ടാ. അത് വരയ്ക്കണമെന്നില്ല. ഓക്കെ, 1,80,000. അല്ലെങ്കിൽ നിങ്ങൾ വരച്ചിട്ടോ, അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, 1,80,000 മാറ്റാൻ പോവാം. അടുത്ത സെനാരിയോയിൽ എത്രയാണ്? 2,00,000 അല്ലേ മുത്തുമണികളെ? അതിൻ്റെ പ്രോബിലിറ്റിയും വ്യത്യാസമുണ്ട്. എത്രയാണ്? 0.50. ഇവിടെയും എന്തുണ്ട്? 3 തരത്തിൽ എന്ത് വരാം? ഈ ഹെഡിങ് എന്താ ഇപ്പോൾ ശരിക്കും? ഈ 3 ഉണ്ടാവാനുള്ള കാരണക്കാരൻ ആരാ? വാരിയബിൾ. അപ്പോൾ ഇതിൻ്റെ ഹെഡിങ്ങിൽ നേരത്തെ വിട്ട് ഉണ്ട്, വാരിയബിൾ ഓവർഹെഡ് എന്ന് കൊടുക്കാം. ഇവിടെ എത്ര വാരിയബിൾ ഓവർഹെഡ്? ഫസ്റ്റ് കേസിൽ എത്രയാ? 5.5. പിന്നെ പറയും അടുത്തതാ 4. പിന്നെ എത്രയാ? 3.5. ഞാൻ കാൽക്കുലേറ്റർ എടുക്കാൻ, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, കാൽക്കുലേറ്റർ എടുക്കണം. ആദ്യം സെയിൽസ് അറിയാലോ, എത്ര വരാം മക്കളെ? 2,00,000 × 10. അപ്പം എത്ര വരും? 20,00,000. കാൽക്കുലേറ്റർ ഇങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് 20,00,000 ഇട്ടില്ലേ? ഇനി ഒറ്റ മൈൻഡ് ശ്രദ്ധിക്കുക. വാരിയബിൾ ഓവർഹെഡ് എങ്ങനെ കാണാം? പറയും 2,00,000 × 5.5 എടുത്താ. ഓക്കെ അല്ലേ? ക്ലിയർ? അടുത്തേതാ? സെല്ലിങ് എങ്ങനെ കാണാം? 1.5 × എത്രയാ? 2,00,000. എത്ര വരും? ടോട്ടൽ 3 ആയില്ലേ? ഇനി ഫിക്സഡ് ഓവർഹെഡ് 3,80,000. നിങ്ങൾ ആഡ് ചെയ്യല്ലേ? 3,00,000 കിട്ടത്. സോറി, ഇത് 3,00,000 കിട്ടുക. അതിന് മുന്നത്തെ എത്ര കിട്ടി? 2 × 5.5 എത്ര? 11,00,000. അപ്പോൾ 11,00,000 പ്ലസ് എത്രയാ? 3,00,000 പ്ലസ് 3,80,000. എന്നിട്ട് ഏതിൽ നിന്ന് ലെസ് ചെയ്യുക? 20,00,000 നിന്ന് ലെസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? ഓക്കെ, ഇപ്പോൾ ബിഫോർ ടാക്സ് അല്ലേ? ടാക്സ് എത്ര ശതമാനമുള്ളത് ഇവിടെ? 31.2%. കുറച്ചിട്ട് എത്ര വരും? 1,51,360. അപ്പം എന്തൊക്കെയാണ് മാറുക? യൂണിറ്റ് മാറും. പിന്നെന്ത് മാറും? അപ്പം ഏത് മാറും? സെയിൽസ് മാറും. വാരിയബിൾ ഓവർഹെഡ് മാറും. എല്ലാ വാരിയബിൾ ഓവർഹെഡും മാറില്ലേ? അതിൽ വാരിയബിൾ ഓവർഹെഡിൻ്റെ പെർ യൂണിറ്റ് എന്ത് ചെയ്യും? മാറും. പക്ഷെ വാരിയബിൾ വർക്ക്സ് ഓവർഹെഡിൻ്റെ പെർ യൂണിറ്റ് മാറും. പക്ഷെ ഏത് മാറൂല? അഡ്മിനിസ്ട്രേഷൻ്റെ പെർ യൂണിറ്റ് എന്ത് ചെയ്യില്ല? മാറില്ല. ഓക്കെ അല്ലേ? ഇതെന്ത് സിറ്റുവേഷൻ? എന്തൊക്കെ ഉദ്ദേശിച്ചത്? എന്തൊരു കൃത്യത അല്ലാത്തത്? ഇത് എന്തല്ല? ഇവിടെ ഇൻഫർമേഷൻ സെർട്ടൈൻ അല്ല, നമുക്ക് ഉറപ്പില്ല. 5 വാരിയബിൾ ഓവർഹെഡ് എത്ര ആവുക? 5.5 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3.5. ഇങ്ങനെയാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് എടുക്കും. ആവറേജ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ പണികളൊക്കെ ഇനി ചെയ്യാൻ പോകുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇവിടെ 2 പ്രോബിലിറ്റി ഉണ്ട്. ഏതാണ്? സെയിൽസിന് ഒരു പ്രോബിലിറ്റി ഉണ്ട്, വാരിയബിൾ ഓവർഹെഡിന്. ഇങ്ങനെ 2 വന്നാൽ ഞങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജോയിന്റ് പ്രോബിലിറ്റി എടുത്തിട്ടാണ് എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ മക്കളൊരു പണി തോളൂ. ഇത് സ്പീഡ് ഇല്ലാത്ത കാരണം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്തോളൂ? ഇരുന്ന് വരച്ചോളൂ. എത്രയാണ്? 2,00,000 ചെയ്യണം. അതേപോലെ ഏതും ചെയ്യണം? 2,40,000. ഇപ്പോൾ വർക്കിംഗ് നോട്ട് 1 അല്ലേ ചെയ്ത് 2, 3 കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. യെസ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഞാൻ അവിടെ എഴുതുന്നുണ്ട്. 35,77,60.
അടുത്ത മൂന്നാമത്തെ വർക്കിംഗ് നോട്ട് 3യുടെ ആൻസറും കൂടെ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. 2,33,920, 4,81,600, 5,64,160. ശ്രദ്ധിക്കുക. ഹലോ. ഇനി വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ആൻസർ കീയിൽ ആൻസർ ഇട്ടില്ല. ഇതാണ് പ്രോബബിലിസ്റ്റിക് ബഡ്ജറ്റ്. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വർക്കിനോട്ട് എന്ത് ചെയ്യുള്ളൂ, പണിയുള്ളൂ. പറയട്ടെ, സെയിൽസ് വോളിയത്തിനുള്ള സാധ്യത എത്രയാണ്? ഇവിടെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഏതാണ്? സെയിൽസ് വോളിയത്തിൻ്റെ മാറ്റമുണ്ട് അല്ലേ? ഏതൊക്കെ സെയിൽസ് വോളിയം ഉള്ളത്? 1,80,000 ഉണ്ട്. പറയടാ. 2 lakh ഉണ്ട്, പിന്നെ 2,40,000 ഉണ്ട്. അതിൻ്റെയൊക്കെ പ്രോബിലിറ്റി വന്നിട്ടുണ്ട്. 1,80,000ക്കുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.3, 0.5, പിന്നെ ഏതാണ്? 0.20. അങ്ങനെയാണ്. ഇനി എന്തേ ഇങ്ങനെ പാറ്റ് ഡിഫറെൻ്റ് ആവുന്നത്? പാറ്റ് ഡിഫറെൻ്റ് ആവാനുള്ള കാരണക്കാരൻ ആരാണ്? വാരിയബിൾ വർക്ക്സ് ഓവർ ഹെഡ് ആണ്. ഇത് ഒരു സ്ഥലത്ത് എത്രയാണ്? 5.5, പിന്നെ 4 ആണ്, പിന്നെ എത്രയാണ്? 3.5 ആണ്. അതിലെ മാറ്റങ്ങളെ കൊണ്ട് സ്വാഭാവികമായിട്ടും പാറ്റിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഓക്കെ. ഇനി എക്സ്ക്യൂസ് മീ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2 കാര്യങ്ങളെ വെച്ച് നോക്കണം. അഥവാ സെയിൽസിൻ്റെ 0.3 പ്രോബിലിറ്റിയും പിന്നെ വർക്ക്സ് ഓവർഹെഡിൻ്റെ 5.5 പ്രോബിലിറ്റി എത്ര? 0.20. മറ്റേ 0.60, 0.20 ആണോ? നമുക്ക് ക്വസ്റ്റ്യനിലാണുള്ളത് അല്ലേ, വർക്ക്സ് ഓവർഹെഡിൻ്റെ. ഓക്കെ. അപ്പം ഇനി നമ്മൾ ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? അടുത്ത് പാറ്റിനെ നോക്ക്, ഇങ്ങനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റില്ല. അപ്പം നിങ്ങൾ ഏത് കൺസിഡർ ചെയ്യാത്ത പോലെ ആവും? സെയിൽസ്. കാരണം സെയിൽസിൻ്റെ പ്രോബിലിറ്റി 100% അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടുത്തെ സെയിൽസിൻ്റെ പെർസെൻറ്റേജ് 100% അല്ലെങ്കിൽ പ്രോബിലിറ്റി 1 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്മൾ സാധാരണ പാറ്റ് ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 0.20. പിന്നെ ഈ പാറ്റ് ഇൻറ്റു എത്ര? 0.60. പാറ്റ് ഇൻറ്റു എത്ര അടിച്ചാൽ മതി? 0.20 അടിച്ചാൽ. പക്ഷെ നമ്മൾ ഏതും കൂടെ കൺസിഡർ ചെയ്യണം. സെയിൽസ് വോളിയത്തിനുള്ള പോസിബിലിറ്റി എത്ര ഉള്ളൂ? 0.3 ഉള്ളൂ. അതിന് വേണ്ടി നമ്മൾ പുതിയ സാധനം ഉണ്ടാക്കുക. ഏതാ? ജോയിൻറ്റ് പ്രോബിലിറ്റി. എങ്ങനെ ജോയിൻറ്റ് പ്രോബിലിറ്റി കാണാം? പ്രോബിലിറ്റി 0.30 ഇൻറ്റു 0.20 ഇൻറ്റു 0.60 ഇൻറ്റു 0.20. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് കിട്ടും? ഇത് കിട്ടുന്നുണ്ടോ നോക്കൂ. കിട്ടും. ഇനി നമുക്ക് ഏതുകൊണ്ട് പാറ്റ് ഇൻറ്റു ഏതാണ്? ജോയിൻറ്റ് പ്രോബിലിറ്റി. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് കിട്ടുക. ഓക്കെ അല്ലേ? ഇതേപോലെ അടുത്തതും ചെയ്യും. ഇവിടെ എങ്ങനെ ചെയ്യാം? 0.50 ഇൻറ്റു 0.20, 0.50 ഇൻറ്റു 0.60, 0.50 ഇൻറ്റു 0.20. അങ്ങനെ ചെയ്താൽ ഇതും കിട്ടും. അങ്ങനെ ആക്കി ടോട്ടൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഇത്ര കിട്ടും. എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് എത്രയാണ്? 3,36,156. ഓക്കെ.